പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയരെ, ഇന്ന് ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവ്, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കുകട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവരെ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റ് മാറാതിരിക്കുന്നവർ, അത് വിറ്റ് മാറിയില്ലെങ്കിൽ
ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവരെ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. ആശുപത്രി കിടക്കുന്ന രോഗികളെ, രോഗം ഇതുവരെ പിടികിട്ടാത്തവരെ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവരെ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവരും വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശീർവദിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പരീക്ഷയിൽ പതറാത്ത വ്യക്തിത്വം. യാക്കോബ് 1:12 പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. എന്തൊരു സംഭവം, നിത്യതയാണേ എൻ്റെ മക്കളെ. അപ്പം നിങ്ങൾ ഓർക്ക് ഈ പരീക്ഷകളെ എങ്ങനെ അതിജീവിക്കുമെന്ന്. ഇപ്പം ചിലരുടെ ഭർത്താവ് മരിക്കും അല്ലേ, ചിലരുടെ ഭാര്യമാർ മരിക്കും. ഭാര്യമാർ മരിച്ചവൻ ചിലന്മാർ ചിലപ്പോൾ വേറെ പോയി കെട്ടിയെന്ന് വരും. കളിയാക്കുകയല്ല, ഭാര്യ മരിച്ച് 2 കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണതേ, അത് നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പല പ്രാവശ്യം സഹിക്കാൻ പറ്റത്തില്ല. സങ്കടം. കുഞ്ഞുങ്ങളെ അപ്പനുമായിട്ട് ഇവർക്ക് ഒക്കത്തിലല്ല. നീ ഇപ്പം നിങ്ങൾ ഈ അപ്പനും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കണത് ആകുമ്പോൾ നിങ്ങളവർക്കും അപ്പനും കുഞ്ഞുങ്ങളായിട്ട് ഭയങ്കര ലോഹ്യം അടുപ്പമാണെന്ന് ഈ 1 വയസ്സുകാരൊക്കെ. പക്ഷെ അമ്മ ഉള്ളത് കൊണ്ടാണ് അടുപ്പം. അത് ആരും അംഗീകരിക്കത്തില്ല. അപ്പനോട് ഭയങ്കര സ്നേഹമാണെന്ന് നിങ്ങൾ പറയും. അപ്പനോടെയല്ല, അമ്മ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ അപ്പനോട് അഫിനിറ്റി കാണിക്കണത്. അതാണ് എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്. അമ്മയെന്ന് പറഞ്ഞ ആൾ പോയാലുള്ള അവസ്ഥ എന്താണെന്നറിയാമോ? നമുക്കത് എങ്ങനെ ഞാൻ ഉടനെ ആ ചേട്ടനോട് പറയും, ചേട്ടാ അത് നോക്കണ്ട, കല്യാണം കഴിക്കാൻ പറയും. അതെന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ മറന്നു പോകാനുള്ള, അവർ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമായിരിക്കും. കാര്യം അവർക്ക് അവരുടെ ഭാര്യയോട് ഭയങ്കര ജീവനായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്നേഹം ഒന്നും ഒരിക്കലും പോകത്തൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ വേറെ കല്യാണം കഴിച്ചാലും പോകത്തൊന്നുമില്ല. കാര്യം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ജോസഫ് ഇതൊക്കെ എങ്ങനെ അറിയാം നിങ്ങൾക്ക്? ഇതിന് 41 ലക്ഷം 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിരിക്കണേ. എത്ര തരം വെറൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയാം, കുഞ്ഞുങ്ങളെ നോക്കണം. കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ വളരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണ്ട് പെയർ. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണം പിരിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനൊന്നും പാടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ അവരോട് ചോദിക്കും, ആരാ പിരിഞ്ഞെന്ന് ചോദിക്കും. ആരാ പിരിഞ്ഞെന്ന് ഞാൻ ചോദിക്കും. അതിൻ്റെ കാര്യം കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ്. കുഞ്ഞുങ്ങളെ ഓർത്താൽ നമ്മൾ പിരിയത്തില്ല. ശരിപ്പം എന്താ കാര്യത്തിനല്ലേ. പിന്നെ ചെറുക്കൊന്നും കുഞ്ഞുങ്ങളോടൊക്കെ ഒന്നും അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. അവരവരുടെ ജോലി, അവരുടെ ജീവിതം, കുഞ്ഞുങ്ങളെന്തോ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ഉണ്ടായാൽ പോലെയാണ് ചില ആൾക്കാർക്ക് തോന്നണത്. ഗർഭിണികളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗർഭിണികളിലൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ച് അവരുടെ വയറെക്കുറിച്ചൊക്കെ വരച്ച് കൊടുക്കും. എന്താ കാര്യം, അവർ ചെയ്യണത് ദൈവതിരുസന്നിധി ഭയങ്കരമായൊരു ദൗത്യമാണ്. പണ്ട് കൃപാസനത്തിൽ ഗർഭിണികൾക്ക് മാത്രം പ്രാർത്ഥന ഉണ്ടായിരുന്നു. എനിക്ക് ദമ്പതി കൂട്ടായ്മ. അപ്പോൾ ഞാൻ ഗർഭിണികൾക്ക് മാത്രം ഗ്രീൻ ചാനൽ കൊടുക്കും അച്ഛനെ കാണാൻ. എന്താ കാര്യം, അവർ ചെയ്യണത്, ആ സമയത്ത് ബ്ലെസ്ഡാണ് ഭയങ്കര. ഒരു സ്ത്രീ ഏറ്റവും കൂടി പുണ്യമുള്ളത് എന്താണ്? ഗർഭിണിയായ സ്ത്രീയാണ് ഏറ്റവും കൂടി പുണ്യമുള്ളത്. എന്താ കാര്യം, അവർ ദൈവത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഈ രാഷ്ട്രത്തിന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ഒരു ജീവനെ അവർ വയറ്റിലിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര മനോഹരമാണ്. ഏറ്റവും കൂടെ അവർ ദൈവത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യണമെന്ന് ചിന്തിക്കണം. ദൈവത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യണത്. അപ്പോൾ നമുക്ക് ആ കുഞ്ഞുങ്ങളോടും കാര്യം ഉണ്ടാകും. കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വളർന്നിരിക്കണത് മാതാപിതാക്കന്മാരിൽ നിന്ന്, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് നല്ല സൗമ്യമായ സന്ധിപ്പുള്ള പെരുമാറും, കെയറുള്ള പെരുമാറും കിട്ടിയവർ മാത്രം ഇവിടെ ജീവിക്കണം. അല്ല, ഈ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയിരിക്കണത് അവർ എല്ലാ തരത്തിലുള്ള പീഡകൾ, കുടുംബത്തിൻ്റെ ഞെരുക്കൾ അനുഭവിച്ചിട്ട് തന്നെയാണ് ആ കുഞ്ഞുങ്ങളെല്ലാം വളർത്തിയിരിക്കണത്.
നിങ്ങളെ കല്യാണം കഴിക്കണം മുമ്പ് തന്നെ വർഷങ്ങളോളം പിരിയാതിരിക്കാൻ പ്രാർത്ഥിക്കണം. എനിക്കതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു തരാനുള്ളത്. കല്യാണം കഴിക്കണം മുമ്പ് തന്നെ 15 വയസ്സിൽ തന്നെ 15 വയസ്സാകുമ്പോൾ തന്നെ കർത്താവ് ജീവിത പങ്കാളിയുമായിട്ട് പിരിയാതിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ പ്രീക്കാന കോഴ്സൊക്കെ ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ ചിരി വരും. ഇത് പ്രീക്കാന കോഴ്സിലൊക്കെ അവിടെ ചില പ്രീക്കാന കോഴ്സിലൊക്കെ ഈ ശാരീരിക ബന്ധം വലിയ ആനക്കാരോട് പഠിപ്പിക്കണം. ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ടൊന്ന് ഇവരെന്നോട് പറയും, ഇതെന്ത് ക്ലാസ് വെച്ചാൽ ഇത് പഠിക്കാൻ എവിടെ വന്നെന്ന് ചോദിക്കും. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്ക്. ഇന്നൊക്കെ ഈ കോൺട്രാസെപ്ഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ആ കാലങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് സഭ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അല്ലാതെ മറ്റു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ഡോക്ടേഴ്സ് പറയേണ്ട കാര്യങ്ങൾ, അവർ ഡോക്ടേഴ്സ് തന്നെ പറയണം. പക്ഷേ ഇതല്ലല്ലോ പ്രീക്കാന കോഴ്സ്. ഈ പ്രീക്കാന കോഴ്സ് എന്ന് പറയുന്നത് ആദ്യമേ നിങ്ങൾ പ്രീക്കാന കോഴ്സ് വീട്ടിൽ തുടങ്ങണം. 16 വയസ്സാകുമ്പോൾ തന്നെ കർത്താവേ 25 വയസ്സിൽ കല്യാണം കഴിച്ചാലും ഇനി 10 കൊല്ലം കൊണ്ട് പിരിയാതിരിക്കാൻ ഇടയാക്കണേ കർത്താവ്. പിരിയാതെ ജീവിക്കണമല്ലോ മക്കളെ, അത് തന്നെ നമ്മളെ വിശുദ്ധീകരിക്കും. പിരിയാതെ ജീവിക്കണത് തന്നെ. ഇനിയിപ്പോൾ ജോസഫ് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെന്ത് ചെയ്യും, ഞങ്ങൾ പിരിഞ്ഞിട്ട് കെട്ടിയ ആൾക്കാരല്ലേ. പിരിഞ്ഞിട്ട് കെട്ടിയവർ കെട്ടിയ പോലെ തന്നെ നിങ്ങളാവുള്ള ഇനി നിങ്ങൾ പിരിയാതിരിക്കാൻ നോക്കണം. ഇതിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുമായിട്ട് പൊരുത്തപ്പെട്ട് ഇപ്പം ഞങ്ങൾ തന്നെ ഈ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് തന്നെയാണ് കൊച്ചന്മാരൊന്നും ചിറക്ക് പിടിക്കത്തില്ലല്ല. വികാരച്ചമ്മ ജനിച്ചാൽ മതി, വികാരച്ചമ്മ ജനിച്ചാൽ മതി. പിന്നെ കൊച്ചന്മാർ എന്തുമാത്രം ആൾക്കാരെ ചിലരൊക്കെ അവോയ്ഡ് ചെയ്യുന്നു. അത് ഞങ്ങളുടെ കാലത്ത് ഞാൻ അവിടെയൊക്കെ അനുഭവിച്ചതാണ്. ഞാൻ പള്ളിമേടയിൽ ഇരിക്കുമ്പോൾ, കാട്ടുപള്ളിയിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ എല്ലാവരും വലിയ ഈ മുതലാളിമാരുടെ വീട്ടിലൊക്കെ വെഞ്ചരിക്കാൻ പോകുന്നത് ആരാണ്? അവർ ഓട്ടോറിക്ഷയും കൊണ്ടൊന്നും വികാരച്ചയും കൊണ്ടേ പോകത്തുള്ളൂ, എന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അതല്ല. അപ്പം ഞാൻ ഓർക്കും ഇങ്ങനെ ഇരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ. അങ്ങനെയല്ല, അത് അങ്ങനെയൊക്കെ ഒരു അവോയ്ഡിൻ്റെ കാലമൊക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ കുറേ കാലങ്ങളെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി ഒതുങ്ങി ഒക്കെയാണ്. ഞാൻ ഈ കാട്ടുപള്ളിയിൽ ഇരിക്കുമ്പോൾ തന്നെ രാത്രി പനി വന്നിട്ട് ഞാൻ അവിടുത്തെ ആശുപത്രി ഉണ്ട്, ആശുപത്രി പോയി അവരെനിക്കൊരു ഗുളിക തന്ന് ഞാൻ കഴിച്ച്. എൻ്റെ അമ്മത്ത് ഞാൻ മുറി വന്നിട്ട് ശരീരം മുഴുവൻ തടിച്ച്, ചുണ്ടൊക്കെ തടിച്ച്, മാന്തിപ്പറിച്ച് അവസാനം നിരങ്ങി വന്ന രീതിയിൽ പോയി വെള്ളം ചൂടാക്കി കുളിച്ച്. അത്രയും കഷ്ടപ്പെട്ടു പോയി. ഇത് സൾഫായെന്നും പറഞ്ഞ് ഗുളിക കഴിച്ചാണ്, പൊട്ടിപ്പോയി എല്ലായിടത്തും. അപ്പം എന്നിട്ട് ഈ ആശുപത്രി പോയത് തന്നെ, ആ ഗുളിക മേടിക്കാൻ പോയത് തന്നെ ആരും ഇല്ല. രാത്രി 2 മണിക്കാണ് 1 മണിക്കൊക്കെ പോണത്. അപ്പോഴിങ്ങനെ പനി പിടിച്ച് തൂങ്ങിയാണ് പോണത്. അപ്പോൾ അച്ഛനൊക്കെ ജീവിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഞങ്ങൾ ഈ ജീവിതമായിട്ട് പൊരുത്തപ്പെടാൻ കുറേ പാടുപെട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ കുടുംബജീവിതമായിട്ട് പൊരുത്തപ്പെടാൻ കുറേ പാടുപെടും. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞാൻ ഈ പൊരുത്തപ്പെടാൻ എടുത്ത സമയമാണ് കർത്താവിനെ ഗ്രേസ് തന്ന് വളർത്തിയ സമയം. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പൊരുത്തപ്പെടുവാനും കുഞ്ഞുങ്ങളെ വളർത്താനും, ഇനി ഓട്ടിസം കുഞ്ഞുണ്ടെങ്കിൽ അതിനെ ക്ഷമയോട് കൈകാര്യം ചെയ്ത് വളർത്താനും. ഓട്ടിസം കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. 10-50 കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ അത്രയും ഇത് വേണ്ടി കൊച്ചിനെ വളർത്താൻ. അപ്പോൾ അത് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ദിവസം വളർത്തിയാൽ മതി. ബാക്കിയുള്ള ദിവസം നിങ്ങൾ സഹിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ സങ്കടം വിഷമിച്ച് നിങ്ങൾ ഈർച്ചപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു ദിവസം ഒരു സ്നേഹത്തിൽ വളർത്തിയാൽ നമുക്ക് 10 കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ ഫലമാണ് കിട്ടാൻ പോകുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.